എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂവ കാച്ചിയതാണ്. തണുപ്പ് കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വയറിനുണ്ടാകുന്ന പലവിധത്തിലുള്ള അസ്വസ്ഥതകളെ കുറയ്ക്കുന്നതിനായിട്ട് പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒന്നാണ് കൂവ കാച്ചിയത്. നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും നമ്മുടെ ദഹന പ്രക്രിയയെ നിയന്ത്രിക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കൂവ കാച്ചിയതാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അധികം കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാതെ വളരെ ലൂസായിട്ട് വേണം ഇത് തയ്യാറാക്കി കുടിക്കാനായിട്ടും. 4 മണിക്കൂർ ചായയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അതൊഴിവാക്കി ഇതുപോലുള്ള പാനീയങ്ങളൊക്കെ തയ്യാറാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ തന്നെ നല്ലതാണ്. ഇനി നമുക്ക് വരുന്ന പല അസുഖങ്ങളെയും ചെറുത്ത് നിൽക്കുന്നതിനും കൂവ കാച്ചിയത് വളരെ തന്നെ സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടൊന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കൂവ കാച്ചിയത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു പാത്രമാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിലുള്ള പാചകമൊക്കെ ചെയ്യുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാത്രം വേണം എടുക്കാനായിട്ടും. ഇനി ഈ പാത്രത്തിലേക്ക് 1 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 30 ഗ്രാം അളവില് കൂവപ്പൊടിയാണ് ചേർക്കേണ്ടത്. കൂവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കൂവപ്പൊടി ആയതുകൊണ്ട് ഒന്ന് മിക്സായി വരാനായിട്ട് നമുക്ക് കുറച്ച് സമയമെടുക്കും. കട്ടകളൊക്കെ ഉടച്ചെടുത്തതിന് ശേഷം ആയിരിക്കണം നമ്മുടെ അടുപ്പിന്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ടതും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. കൂവപ്പൊടി ഒന്ന് കട്ടിയായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2-ാം പാല് ഒരു 500 മില്ലി കൂടെ ചേർത്ത് കൊടുക്കാം. നാളികേരത്തിന് വില കൂടി നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ സാമ്പത്തികം നോക്കിയിട്ട് നാളികേരപ്പാല് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2-ാം പാല് 750 മില്ലി അളവാണ് എടുത്തിട്ടുള്ളത്. ഒരു നാളികേരത്തിന്റെ പാലിൽ നിന്നും 750 മില്ലി അളവില് 2-ാം പാലും 100 മില്ലി 1-ാം പാലുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തുടരെ ഇളക്കി വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ടും. ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി വരാനും നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു കൂവ കാച്ചിയത് ഒരു തരി പോലും വേവാതെ കട്ടിയായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവശം നോൺ സ്റ്റിക് പാനൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് കുറുക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൂവ കാച്ചിയത് നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുമുണ്ട്. നല്ലതുപോലെ വെട്ടി തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വരണം. അതുവരെയാണ് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. തിളച്ച് നല്ല കട്ടിയായിട്ട് തുടങ്ങിയ സമയത്ത് ഇതിലേക്ക് 250 മില്ലി അളവുള്ള കപ്പിൽ 1 കപ്പ് ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലോണം തന്നെ നമുക്ക് ഇളക്കി തിളപ്പിച്ചെടുക്കാം. കൂവ നന്നായിട്ട് വെന്തതിന് ശേഷമായിരിക്കണം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയോ പനം കൽക്കണ്ടമോ ചേർക്കാവുന്നതാണ്. ഇനി വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മധുരം എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുകൂടി കട്ടിയായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ കൂവ നല്ല പോലെ ഒന്ന് കട്ടിയായൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഒരു പരിവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നാളികേരപ്പാല് കൂടുതൽ അളവിൽ ചേർക്കുന്നത് കൊണ്ട് ഈ ഒരു കൂവ കാച്ചിയത് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. നാളികേരപ്പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് പശുവിൻ പാലിലും ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെയാണ് നിങ്ങളെങ്കിൽ ഇതിലേക്ക് മധുരം ചേർക്കുന്നത് ഒഴിവാക്കി ഉപ്പ് ചേർത്ത് കഴിക്കാവുന്നതുമാണ്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചുക്കും ഏലക്കയും കൂടി പൊടിച്ച പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കൂവ കാച്ചിയത് ഇവിടെ റെഡിയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് പിടിപെടുന്ന വയറിളക്കം, ഛർദിൽ അങ്ങനെയുള്ള അസുഖങ്ങളെ ചെറുക്കാനായിട്ട് കാരണന്മാരായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന നല്ലൊരു പാനീയം കൂടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രായമായ അച്ഛനമ്മമാർക്കും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കൂവ കാച്ചിയത് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. അതുപോലെ ഇത് തയ്യാറാക്കി വെക്കുന്ന സമയത്ത് അല്പം വെള്ളം നീട്ടിയായിരിക്കണം തയ്യാറാക്കി എടുക്കേണ്ടത്. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ വളരെ തന്നെ കട്ടിയായി മാറുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.